ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ സീസൺ അവസാനിച്ചതോടുകൂടി ഇവാൻ വുക്കുമനോവിച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലക സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തു. അതിന് പകരമാണ് മിക്കേൽ സ്റ്റാറ വന്നിട്ടുള്ളത്. വളരെ പരിതാപകരമായ ഒരു തുടക്കമാണ് മിക്കേൽ സ്റ്റാറയ്ക്ക് കീഴിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുള്ളത്. ഒരുപാട് തോൽവികൾ ഇതിനോടകം തന്നെ ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങി എന്നുള്ളതാണ്. 11 മത്സരങ്ങൾ കളിച്ചപ്പോൾ കേവലം 11 പോയിന്റ് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ 3 സീസണുകളിലെ ആദ്യത്തെ 11 മത്സരങ്ങളിലെ കണക്കുകളും അതുപോലെ തന്നെ ഈ സീസണിലെ 11 മത്സരങ്ങളിലെ കണക്കുകളും തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. മിക്കേൽ സ്റ്റാറയ്ക്ക് കീഴിൽ ഈ സീസണിൽ ആകെ 11 മത്സരങ്ങൾ കളിച്ചപ്പോൾ കേവലം 3 വിജയങ്ങൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. 2 സമനില വഴങ്ങി 6 തോൽവികൾ കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയിട്ടുണ്ട്. അത്രയും മോശം പ്രകടനമാണ് മിക്കേൽ സ്റ്റാറയ്ക്ക് കീഴിൽ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്രയും വലിയ നാണക്കേടിലേക്ക് ഇവാൻ ആശാൻ ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിനെ തള്ളിയിട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ 3 സീസണിലെ ആദ്യത്തെ 11 മത്സരങ്ങളുടെ കണക്കുകൾ എടുത്തു പരിശോധിച്ചാൽ ഇത്രയും മോശം പ്രകടനം നമുക്കവിടെ കാണാൻ കഴിയില്ല. 2021-22 സീസണിൽ 11 മത്സരങ്ങൾ ഇവാൻ ആശാന് കീഴിൽ പൂർത്തിയായപ്പോൾ 5 വിജയങ്ങൾ നേടിയിരുന്നു, 5 സമനില വഴങ്ങി, അതുപോലെ തന്നെ ഒരു തോൽവി വഴങ്ങി എന്നുള്ളതാണ്. ഇനി 2022-23 സീസണിലെ കാര്യത്തിലേക്ക് വരുമ്പോൾ 7 ജയങ്ങൾ നേടാൻ ഇവാൻ ആശാന്റെ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു. ഒരു സമനില വഴങ്ങി 3 തോൽവികൾ വഴങ്ങേണ്ടി വന്നു. ഇനിയിപ്പോൾ 2023-24 സീസണിലേക്ക് വരുമ്പോൾ 7 വിജയങ്ങൾ നേടി, 2 സമനില, 2 തോൽവി എന്നിങ്ങനെയാണ് വന്നിട്ടുള്ളത്. എന്നാൽ മിക്കേൽ സ്റ്റാറയ്ക്ക് കീഴിൽ അത്രയും മോശം പ്രകടനമാണ് അല്ലെങ്കിൽ മോശം തുടക്കമാണ് ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഇതിൽ നിന്നും ഒരു മാറ്റം അനിവാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.